ഹായ്, അങ്ങനത്തെ ഞാൻ വീണ്ടും നമ്മുടെ നാടൻ ഭക്ഷണം തേടി കഴക്കൂട്ടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കഴക്കൂട്ടത്തു നിന്ന് ശിവഗിരി പോകുന്ന റൂട്ടാണ്. സൈനിക് സ്കൂൾ കഴിഞ്ഞ് കിൻഫ്രയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ്. ഇന്ന് നമ്മൾ കയറാൻ പോണ കട അഫിയ ആൻഡ് മുഹമ്മദ്. വെറൈറ്റി പേരല്ലേ, നമുക്ക് അതെന്താണെന്നും ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ നാടൻ രുചികളും എല്ലാം ഉള്ളിലേക്ക് കയറി അറിയാം. നമസ്കാരം. ഇതാണ് ബഷീർക്ക, നമ്മുടെ കടയുടെ ഓണർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് കയറി വന്നപ്പോൾ തന്നെ. ഒന്നുമല്ല, നമ്മൾ വന്നവരെ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഇക്ക സ്വീകരിച്ചത്. ശരിക്കും എല്ലാ സ്ഥലത്തും കസ്റ്റമേഴ്സിനോടായാലും ആരോടായാലും നല്ലൊരു ചിരിയോടെ എല്ലാവരും സ്വീകരിച്ച് എന്ത് രസമായിരിക്കും. മനസ്സൊക്കെ നല്ല ശാന്തമായിട്ട് അവരോട് നന്നായിട്ട് നമുക്ക് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാൻ തോന്നും. ഇതേപോലെ തന്നെയല്ലേ നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. തൃപ്തിയായിട്ടാണ് കൊടുക്കുന്നത്. നല്ല സന്തോഷത്തോടെ തൃപ്തിയായിട്ട് തന്നെ കഴിക്കുന്നവരും അതുപോലെ തന്നെ തൃപ്തിയായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതാണ് നമ്മുടെ ഓരോന്നിന്റെയും ഇതത്. അവര് തൃപ്തിയായിട്ട് പോകണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന്റെയൊക്കെ ഒരു ഐശ്വര്യവും പ്രസാദവും മുഖത്താരും ചിരിയിലും എല്ലാം ഇരിക്കുന്നത്. ഈ പേര് ആഫിയ ആൻഡ് മുഹമ്മദ് എന്താണ് ആ ഒരു? എൻ്റെ ചെറുകുട്ടികളുടെ പേരാണ്. എൻ്റെ മകളെ 2 മക്കളുണ്ട്. മൂത്ത മകളുടെ പേര് ആഫിയ എന്നും ഇളയ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നും. അപ്പോൾ അവർ രണ്ടുപേരുടെയും കൂടെ പേരാണ് ആഫിയ ആൻഡ് മുഹമ്മദ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രത്യേക ഡിഷസ് എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതെന്ന് പറയുന്നത് കപ്പയും മീനുമാണ്. നാടൻ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്. നാടൻ മാത്രമേ കൊടുക്കൂ. വേറെയുള്ള ഇപ്പോഴുള്ള ഈ എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മായം ചേരുന്നതോ കളർ ചേരുന്നതോ ഒന്നും ഒരാഹാരം കൊടുക്കില്ല. എല്ലാം നമുക്ക് നാച്ചുറലായിട്ട് അത് കിട്ടുന്ന അതുപോലെ തന്നെയാണ് പാചകം ചെയ്ത് കൊടുക്കുന്നത്. അരിയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാണ്. കാരണം അരിയിലൊക്കെ ചില കെമിക്കലുകൾ ചേരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ചാക്കിലൊക്കെ വരുമ്പോൾ കേടാകാതിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോഴത് കഴുകി വൃത്തിയാക്കി നല്ല അരിയാണ് എടുക്കുന്നത്. എല്ലാ സാധനങ്ങളും നല്ല മലക്കറി ആയിരുന്നാലും ഫ്രഷ് മലക്കറിയാണ് എടുക്കുന്നത്. മീനാണെങ്കിൽ കടപ്പുറത്ത് പോയി ഫ്രഷ് മീനാണ് എടുക്കുന്നത്. നമ്മൾ എത്ര വർഷമായി ഇത് തുടങ്ങി? ഇതിപ്പോൾ 2.5 വർഷത്തോളമാവും. 2.5 വർഷത്തോളം ഇക്കായിട്ട് തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ സ്റ്റുഡിയോയിൽ തന്നെ വരുന്ന മിക്കവാറും ഉള്ള ആക്ടേഴ്സും പ്രൊഡ്യൂസർമാരും ഒക്കെ ഇവിടെ വന്ന് ആഹാരം കഴിക്കും. ഭക്ഷണ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയ ബന്ധം. ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ കുടം ചരിച്ചു വെച്ചേക്കുന്നു. അത് കുടം അല്ല, അത് ചോറ് സ്റ്റോർ ചെയ്യുന്നതായിരുന്നു. ചോറ് വെച്ച് വന്നിട്ട് അത് മിക്കവാറും ഉള്ള സാധനങ്ങളെല്ലാം മൺകലങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചോറ് വെച്ച് ഇതിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇത് രാത്രി എടുത്തിരുന്നാൽ ഈ ചോറിന് ചൂട് തന്നെ ആയിരിക്കും. ഇത് ഈ മൺചട്ടിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. അതേ ചൂട് തന്നെ ഉണ്ടാവും. അത് നല്ല ഇതിൻ്റെ ഈർപ്പമല്ല ഈ മണ്ണ് പിടിച്ചെടുത്തിട്ട് തന്നെയല്ല, മണ്ണിനൊരു ഗുണമുണ്ടല്ലോ. കാരണം നമ്മളും മണ്ണാണല്ലോ ഒരു. അപ്പോൾ ആ മണ്ണിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭയങ്കര ഗുണമാണ്. അതിൽ ഒരുപാട് കെമിക്കലുകളൊക്കെ ഇത് പിടിച്ചെടുത്ത് ഇവിടെ എവിടെ അടുക്കള? അല്ല, അടുക്കള വെളിയിൽ വീട്ടിനോട് ബന്ധപ്പെട്ടാണ് അടുക്കള. അത് താഴോട്ട് ഇറങ്ങി നമുക്ക് താഴത്തോട്ടുണ്ട്. ഇതിന്റെ ഇടയിലല്ല, വേറെ സെപ്പറേറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ശരിയായിരിക്കും. നമ്മള് കിച്ചണിലോട്ട് കയറിയില്ലേ? അതെ. നമസ്കാരം ചേച്ചി. പേരെന്നാ ചേച്ചി? ഇത് മൊത്തം നമ്മുടെ അടുപ്പിലാണ് സംഭവം എല്ലാം ചെയ്യുന്നത്. ഈ കപ്പിന് വേറൊരു കാര്യം, അതിൽ കൂടി ഒരു പച്ച ഓസ് പോകുന്നുണ്ടല്ലോ, എന്താ അത്? ബയോഗ്യാസിന്റെ ആണ്. നമ്മളിവിടെ ബയോഗ്യാസ് ബയോഗ്യാസ് ഉപയോഗിക്കുന്നത്. ഈ കപ്പ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? ഓൾറെഡി ചേച്ചി ഇപ്പൊ ചെറുതായിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ചേച്ചി എത്ര നാളെ ഇവിടെ? 3 വർഷം കഴിഞ്ഞു. ഇത്തിരി കണ്ടോട്ട് വെക്കാം. അപ്പൊ എന്താ ചേച്ചി ഇത് നമ്മൾ ചെയ്തേക്കുന്നത്? ചിക്കൻ റോസ്റ്റിന്. അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെയാ ചെയ്തേക്കണേ? ആദ്യം ചെയ്തേക്കുന്നത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വരട്ടിയെടുക്കുകയാണ്. വരട്ടിയെടുത്തതിന് ശേഷം ചിക്കൻ മൂപ്പിച്ച് ഇത് നമ്മൾ ഓൾറെഡി മൂപ്പിച്ച് വെച്ചേക്കാണല്ലേ? സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി. പിന്നെ എന്ത് പൊടിയായിട്ടേക്കുന്നത്? മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ സവോള വഴറ്റി കുഴമ്പ് ഉരത്തിനങ്ങാക്കി വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് ആവശ്യം പോലെ. വെളുത്തുള്ളി നന്നായിട്ട് ചേർത്തങ്ങ് വെക്കുകയാണ്. കുരുമുളക് പൊടി എല്ലാം അങ്ങ് നന്നായിട്ട് ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹോട്ടലിൽ ചിക്കൻ ഫ്രൈ ഇവിടെ ഇരിപ്പുണ്ടെന്ന് കഴിച്ചു നോക്കാം.
ചിക്കൻ ഞാൻ എടുത്തോളാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർക്ക് ഇതുപോലെ പറമ്പുണ്ടെങ്കിൽ, കാരണം നല്ലൊരു പറമ്പുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് പുറകിലോ, നമ്മുടെ ഹോട്ടലിൻ്റെ പുറകിലായിട്ട്. ഇങ്ങനെ ഇത്തിരിയും കൂടി സൗകര്യം നമുക്ക് ഉണ്ടെങ്കിൽ, ഇത്തിരിയും കൂടി അല്ല ഇത്തിരിയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പല പല സംഭവങ്ങളും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ രീതിയിലായാലും അതല്ലാത്ത രീതിയിലായാലും നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. എന്തോ ചിക്കൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ചിക്കൻ മറന്നുപോയിരുന്നു. അന്നേരത്ത് കഴിച്ചു നോക്കിയാലേ അറിയാം. ഒരു പീസ് മതി. ഒരു പീസ് മതി. ചൂടുണ്ട്. പീസൊന്നും ആയിട്ടില്ല, ഒന്നും പൊരിച്ച് വെച്ചതേ ഉള്ളൂ, ബാക്കിയൊന്നും ചേർന്നിട്ടില്ല. ആ മുഴുക്കുള്ളത്. ഇത് എത്ര നേരം നമ്മൾ ഇന്നിട്ട് ഇത് ഇപ്പോൾ ഒരു 10 മിനിറ്റ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കല്ലേ, വെച്ചിട്ടുണ്ട്. ഇതില് അതിലോട്ട് ഇട്ടൊന്ന് എടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. അമ്പത് പെട്ടെന്ന് ചെയ്തോളൂ. അപ്പം നമ്മൾ ചിക്കൻ ഇടാൻ പോകാം. ചിക്കൻ ഇടാൻ പോവുകയാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ എപ്പോഴും. റോസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതാണ് ചിക്കൻ റോസ്റ്റ്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടായിരുന്നു. ഫ്രൈ ചെയ്തിട്ടിട്ട് ചിക്കൻ മറ്റേ ഇറച്ചി പൊടിഞ്ഞു പോകുന്നില്ല. അതെ, നല്ല ഡ്രൈ ഫ്രൈ ആണ്, ഒട്ടും വെറ്റില്ല. നല്ല ഫ്രൈ ആയിരിക്കും, നല്ല കട്ടിയുള്ള ഫ്രൈ. ഇത് എത്ര നേരം കൂടി നമ്മൾ വെക്കണം? ഇല്ല, ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ചിക്കൻ റെഡിയായിരിക്കുകയാണല്ലോ, മസാലയൊക്കെ ഇനി വേവേണ്ട കാര്യമില്ല, എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആക്കിയാൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയി. ഇനിയിപ്പോൾ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും വേണമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നത്? അടുത്തെന്താ ബീഫ് ഫ്രൈ അടിക്കണം. ബീഫ് ഫ്രൈ. അപ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചേക്കാം. വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് വാങ്ങി വെച്ചു. ഇനി അടുത്ത് നമ്മൾ ബീഫ് ഫ്രൈക്കുള്ള തയ്യാറെടുപ്പിലാണ്. സെറ്റ് ചെയ്യാം.